മിവി സ്പീക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭർത്താവിനെ കൊന്നത് ഞാനല്ല, നിരപരാധിത്വം തെളിയിക്കാൻ കോടതി മുറിയിൽ കെമിസ്ട്രി ക്ലാസ് എടുത്ത് വയോധിക. വിശദ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഭർത്താവിൻ്റെ കൊലപാതകത്തിൻ്റെ കേസിൽ നിരപരാധിത്വം തെളിയിക്കാൻ കോടതി മുറിയിൽ കെമിസ്ട്രി ക്ലാസ് എടുത്ത് വയോധിക. മധ്യപ്രദേശിൽ ഭർത്താവിനെ വൈദ്യുതാഘാതം ഏൽപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ കെമിസ്ട്രി ക്ലാസ് എടുത്ത് തൻ്റെ കേസ് സ്വയം വാദിക്കുന്ന വയോധികയുടെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ഹൈക്കോടതി ജഡ്ജി മമത പതകി എന്ന സ്ത്രീയോട് ചോദിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ തീയിൽ നിന്ന് പൊള്ളലേറ്റ പാടുകളും വൈദ്യുതിയിൽ നിന്ന് പൊള്ളലേറ്റ പാടുകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താനാവില്ല എന്നാണ് മമത പതകി കോടതിയിൽ നൽകിയ മറുപടി. ജസ്റ്റിസ് വിവേക് അഗർവാളും ജസ്റ്റിസ് ദേവനാരായണൻ മിശ്രയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെയാണ് കെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന മമത പതക് ഇക്കാര്യം പറഞ്ഞത്. തന്റെ വാദം സമർത്ഥിക്കാനായി പ്രക്രിയയെക്കുറിച്ച് വാദം വിശദീകരിക്കുകയും ചെയ്തു. എങ്ങനെയാണ് വൈദ്യുത പ്രവാഹം ശരീരത്തിലെ കോശങ്ങളിലൂടെ പ്രവഹിക്കുന്നു എന്നും അതുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അവർ വിശദീകരിച്ചു. കോടതിയിൽ ഉന്നയിച്ച വളരെ സങ്കീർണമായ വിശദീകരണങ്ങൾ പക്ഷേ വിഷ്വലി കാണിച്ചു തരാനാകില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. വയോധികയുടെ വാദം കേട്ട് അത്ഭുതപ്പെട്ട ജഡ്ജി താങ്കൾ കെമിസ്ട്രി പ്രൊഫസറാണോ എന്ന് മമതയോട് ചോദിക്കുന്നുണ്ട്. അതെ എന്നായിരുന്നു അവരുടെ മറുപടി. ഭർത്താവിന് അമിതമായി ഉറക്കുഗുളികകൾ കൊടുത്ത് മയക്കിക്കിടത്തി വൈദ്യുതിഘാതം ഏൽപ്പിച്ച് കൊന്നു എന്നതാണ് മമത പതകിനെതിരെയുള്ള കേസ്. 2021 ഏപ്രിൽ 29 സംഭവം. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ നീരജ് പതകിന് അമിതമായ അളവിൽ ഉറക്കുഗുളികകൾ നൽകുകയും തുടർന്ന് വൈദ്യുതഘാതം ഏൽപ്പിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ശേഷം അവർ മകനുമൊത്ത് ടാൻസിയിലേക്ക് കടന്നു കളഞ്ഞു. മെയ് 1 ടാൻസിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് അവർ നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നത്. ജനങ്ങൾ അക്രമവും അഴിമതിയും കൊണ്ട് പൊറുതിമുട്ടുന്നുണ്ട്. മമത ബാനർജിക്കെതിരെ നരേന്ദ്രമോദി എന്നാൽ ഭാര്യ തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് പറയുന്ന നീരജ് പതകിൻ്റെ ഓഡിയോ പുറത്തു വന്നതോടെ കേസ് മമതയ്ക്കെതിരെ തിരികുകയായിരുന്നു. വലിയ തെറ്റ് ചെയ്തു എന്ന് മമത പറഞ്ഞിരുന്നതായി അവരുടെ ഡ്രൈവർ മൊഴി നൽകി. അതോടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു എന്നും നീരജിൻ്റേത് തന്നെ കോടതി കണ്ടെത്തി. മമത പതകിനെ ജീവപര്യന്തം തടവിന് വിധിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഏപ്രിൽ 29 കേസിലെ അവസാന വാദം. കേസ് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. മമത പതക് നിലവിൽ ജാമ്യത്തിൽ തുടരുകയാണ്. എല്ലാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.